പ്രിയപ്പെട്ട സൺഡേ സ്കൂൾ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. നമ്മളെല്ലാവരും ആയുസ് മുഴുവൻ പഠിക്കുന്നവരാണ്. മരണം വരെയും പഠിച്ചുകൊണ്ടിരിക്കും. പഠിച്ചാൽ തീരുകയില്ല. എന്നാൽ അറിവും ജ്ഞാനവും എങ്ങനെ ഉണ്ടാകും? പുസ്തകങ്ങളിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും, പ്രകൃതിയിൽ നിന്നും, മറ്റു പല ഇപ്പോഴത്തെ സോഴ്സിൽ നിന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ സെൻറ്റ് ജെയിംസ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം നിങ്ങൾ സൗകര്യം പോലെ വായിച്ചു. നമുക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ദൈവം നമുക്ക് തരും, ചോദിക്കണം എന്നവിടെ പറഞ്ഞിരിക്കും. ആർക്കെങ്കിലും അറിവിജ്ഞാനവും കുറവും തോന്നിയാൽ അവർ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ, കിട്ടും എന്നാണ് സെൻറ്റ് ജെയിംസ് പറയുന്നത്. നമ്മുടെ അറിവുകളും ഒക്കെ കർത്താവിന് മുമ്പിൽ സമർപ്പിച്ചാൽ അദ്ദേഹം നമുക്ക് ഉത്തമമായ ജ്ഞാനം നൽകും. കാര്യങ്ങൾ വിവേചിച്ചറിയാനുള്ള കഴിവ് തരും. അനലൈസ് ചെയ്ത് പഠിക്കാനുള്ള പ്രത്യേക സിദ്ധി അദ്ദേഹം നമുക്ക് തരും. എന്താ കാരണം? എല്ലാ അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സോഴ്സ് എന്ന് പറയുന്നത് ദൈവമാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മറ്റു ചില സുവിശേഷങ്ങളും കാണുന്നതാണ്. 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരും അത്രത്തോളം അതിലധികവും സ്ത്രീകളും കുഞ്ഞുങ്ങളുമായ വലിയ ഒരു സംഘത്തിന് എല്ലാവർക്കും തൃപ്തി വരികയും അധികം വരികയും ചെയ്യത്തക്കവണ്ണം ചെറിയ ഒരു ആഹാരത്തിൻ്റെ ഒരു സ്മോൾ ക്വാണ്ടിറ്റി അത് വർദ്ധിപ്പിച്ച് കൊടുത്തതായിട്ട് വലിയൊരു അത്ഭുതമായി പോയാണ്. അതിൽ വിശുദ്ധ യോഹന്നാൻ മാത്രം പറഞ്ഞു തരുന്ന ഒരു കാര്യം, ഒരു ബാലൻ, ഒരു സൺഡേ സ്കൂൾ കുട്ടി, അവൻ്റെ കയ്യിൽ വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ട 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. കാരണം ഒരു ദിവസം 2 ദിവസമൊക്കെ താമസിക്കേണ്ടി വന്നാൽ അതെല്ലാം കരുതി കൊടുത്താണ് നമ്മൾ വിട്ടത്. അപ്പോൾ 5000-ഉം 10000 പേരെയും കണ്ടപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, ഇവരെ പറഞ്ഞയക്കണം, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ ഇവർ നിവർത്തി. അപ്പോഴാണ് നിങ്ങൾ കൊടുക്കണം എന്നൊക്കെ അദ്ദേഹം പറയുകയും അന്ത്രയോസ് ശ്ലീഹ വന്ന് കർത്താവിനോട് പറഞ്ഞു, ഇവിടെ ഒരു ബാലനുണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. ഈ സംഭവം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അവിടെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ടുവന്നു. 5 അപ്പം കൊണ്ട് എത്ര പേർക്ക് കൊടുക്കാനും 2 മീൻ കൊണ്ട് എത്ര പേർക്ക് വൃത്തിയാക്കാനും. പക്ഷേ അതവർ വില്ലിങ്ങായിട്ട് മുഴുവൻ കൊണ്ട് കൊടുത്തു. ഒരപ്പം തരാം, 2 അപ്പം തരാമെന്നൊന്നും പറഞ്ഞില്ല. മുഴുവൻ 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. ആ ബാലൻ വളരെ മഹാമനസ്കനായിരുന്നു. അതുകൊണ്ട് അത് കയ്യിൽ വാങ്ങിച്ച് കർത്താവ് അത് വർദ്ധിപ്പിച്ചു. ഈ കഥ എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരിക. നമ്മളിൽ ഈ കഥ വായിക്കുമ്പോൾ ഓർത്തോണം, നമുക്കും ദൈവം തന്ന കുറേ കഴിവുകളും അനുഗ്രഹങ്ങളും സിദ്ധികളും എല്ലാമുണ്ട്, സർഗശക്തിയുമുണ്ട്. ഇവയെല്ലാം നമ്മൾ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്താൽ അദ്ദേഹം അത് വളർത്തി വലുതാക്കി നമുക്കും അന്യർക്കും പ്രയോജനമുള്ളതാക്കി തരും. ഈ ഒരു വലിയ പാഠമാണ്. അവിടുത്തെ ആ അത്ഭുത സംഭവത്തിൽ 5 അപ്പവും 2 മീനും കയ്യിൽ സൂക്ഷിച്ചിട്ട് പിന്നെ അത് കർത്താവിന് കൊടുത്ത ആ ബാലൻ നമ്മുടെ ഒരു ഫ്രണ്ടാണ്. അദ്ദേഹം സൺഡേ സ്കൂളിലെ വിദ്യാർത്ഥിയാണെന്ന് കരുതിക്കും. ആ ബാലൻ പറഞ്ഞിരുന്ന കഥ ഇതാണ്, ഞാനിങ്ങനെയാണ് ചെയ്തത്, ഒന്നും ബാക്കി വെച്ചില്ല, എൻ്റെ പോക്കറ്റിലൊന്നും ഞാൻ ഇട്ടില്ല.
മുഴുവൻ കൊണ്ട് കർത്താവിനെ ഏൽപ്പിച്ചു. അതുകൊണ്ട് അദ്ദേഹം അത് അനുഗ്രഹിച്ചു. എനിക്കും അനുഗ്രഹം കിട്ടി. 10,000-15,000 പേർക്ക് ഭക്ഷണവും ഉണ്ടായി. ഞാൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നതിന് സ്ഥിതി? കർത്താവിന് അത്ഭുതമൊക്കെ ചെയ്യാം, പക്ഷേ മനുഷ്യരായ നമുക്ക് അതിനകത്ത് ഒരു റോളുണ്ട്. റോൾ ടു പ്ലേ. അതുകൊണ്ട് നമ്മുടെ കഴിവുകളാകട്ടെ കഴിവുകേടുകളാകട്ടെ എല്ലാം കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരണം. അദ്ദേഹം അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മുടെ കഴിവുകളാകട്ടെ ആഹാരമാകട്ടെ ഒന്നുമാകട്ടെ നമുക്ക് വേണ്ടി മാത്രമല്ല. നമ്മുടെ കഴിവുകളും ജ്ഞാനവും ഒക്കെ വർദ്ധിക്കുന്നത് അന്യർക്കും വേണ്ടി പ്രയോജനപ്പെടാനാണ്. കൊണ്ട് കൊടുത്ത് അപ്പം കർത്താവ് എടുത്ത് അനുഗ്രഹിച്ച് മുറിച്ച് ശിഷ്യന്മാരെ കൊടുത്തിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യാൻ പാടും. ഈ സംഭവത്തിൽ ഏറ്റവും സന്തോഷിച്ചത് ആരായിരിക്കും? ഭക്ഷണം കഴിച്ച ആളുകളാണോ, ശിഷ്യന്മാരാണോ, യേശു ക്രിസ്തുവാണോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ ഭാഗത്ത് നോക്കിയാൽ ഏറ്റവും അധികം സന്തോഷിച്ചത് ആ ബാലനാണ്. എൻ്റെ പേര് നമുക്കറിയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. എന്നാൽ അവനായിരിക്കും ഇവിടെ ഞാൻ കൊണ്ടുവന്ന ഈ 5 അപ്പവും 2 മീനും വർദ്ധിച്ച് വരുന്ന കണ്ടപ്പോൾ അവന് കണ്ണ് തള്ളിപ്പോയി. ഒരു അത്ഭുതം നടക്കുന്നു. അവന് വലിയ സന്തോഷമായി. ഞാനിത് കൊണ്ടുവന്ന് കൊടുത്തത് കൊണ്ട് 10,000-15,000 പേർക്ക് പ്രയോജനമുണ്ടായി. വളരെ സന്തോഷമാണ്. തിരിച്ച് വീട്ടിൽ ചെന്ന് അമ്മയോട് പറയും, അമ്മ തന്ന 5 അപ്പങ്ങളും 2 മീനും അത് 10,000 പേർക്ക് കൊടുക്കത്തക്കവണ്ണം 10,000-20,000 അപ്പമായിട്ട് വർദ്ധിച്ചു. മീനും അതുപോലെ വർദ്ധിച്ചു. അപ്പോൾ അവന് ഏറ്റവും വലിയ കൃതാർത്ഥത ഉണ്ടായത് എപ്പോഴാണ്? അവൻ്റെ കയ്യിലിരുന്നത് കർത്താവിനെ ഏൽപ്പിച്ചപ്പോഴാണ്. യേശു ക്രിസ്തുവിന് സന്തോഷമായി. ഇങ്ങനെ വേണം നമ്മളെല്ലാം, ബാലകരായാലും അല്ലാത്തവരായാലും, നമ്മൾ കർത്താവിനെ ഏൽപ്പിക്കാനും അന്യർക്ക് വേണ്ടി നമ്മൾ പ്രയത്നിക്കാനും ഈ പാഠം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ ബാലൻ നമ്മുടെ കൂട്ടുകാരൻ, അവരൊരു ഫ്രണ്ടായിട്ട് നമുക്ക് സ്വീകരിക്കും. അവരോട് ചോദിച്ചാൽ ഇതിൻ്റെ എല്ലാം വിശദീകരണം അവൻ പറഞ്ഞു. നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ പഠിക്കുന്നത് വഴി ഇതുപോലെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അതിനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മാസം അവസാനമായി നവംബർ തുടങ്ങുമ്പോഴത്തേക്കും പൂതോഷീത്തോ പുതിയ ചർച്ച് ഇയർ ആരംഭിക്കുകയാണ്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ വളരെ കേൾക്കും. അധ്യാപകരെയും നിങ്ങളെയും സൺഡേ സ്കൂൾ കുടുംബത്തിലെ എല്ലാ പ്രവർത്തകരെയും നമ്മുടെ അച്ഛന്മാരെയും ടീച്ചേഴ്സിനെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണ നിങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. Grant me, Lord, in thy mercy, spotless heart all untamed, but my life has gone awry because of my countless sins. Listen to my pleas
കൊച്ചി ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സൺഡേ സ്കൂൾ ഓൺലൈൻ പഠന പദ്ധതിക്ക് എല്ലാ നല്ല ആശംസകളും നേരുന്നു. ഓൺലൈനിൽ സൺഡേ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ട് ഇങ്ങനെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഭദ്രാസന നേതൃത്വത്തോട് പ്രധാനമായിട്ടും അഭിമന്യ ഡോക്ടർ യാക്കോബ് ഐറീനിയസ് മെത്രാപ്പൊലീത്ത തിരുമേനിയോടും ഇതിൻ്റെ ചുമതല വഹിക്കുന്ന ജിജു അച്ഛനോടും സൺഡേ സ്കൂളിൻ്റെ ചുമതലക്കാരായ എല്ലാവരോടും, ഡയറക്ടർമാരും അധ്യാപകർ, ഹെഡ് മാസ്റ്റർമാർ തുടങ്ങിയ എല്ലാവരോടും പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുന്നു. ഓൺലൈൻ പഠന പദ്ധതി ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും പരിചിതമായൊരു പദ്ധതിയാണ്. COVID-19 ബാധിച്ച് ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യാതെ ഓൺലൈൻ ക്ലാസ്സുകളിലും പഠന പദ്ധതികളിലും പങ്കാളികളായിരിക്കുകയാണെന്ന് നമുക്കൊക്കെ അറിയാം. വീട്ടിൽ നിന്ന് ആർക്കും പുറത്തിറങ്ങാൻ ഒക്കുന്നില്ല. കഴിഞ്ഞ 5-6 മാസമായി ആർക്കും പള്ളിയിൽ പോകാൻ ഒക്കുന്നില്ല. വേറെ ഏതെങ്കിലും പ്രോഗ്രാമുകൾക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല. സ്കൂളിൽ പോകാനായിട്ട് സാധിക്കുന്നില്ല. പാർക്കിൽ പോലും പോകാനായിട്ട് സാധിക്കുന്നില്ല. ഇക്കാര്യങ്ങളെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ ശ്വാസം മുട്ടലാണ് അനുഭവപ്പെടുന്നത്. എങ്ങും പോകാൻ ഒക്കുന്നില്ല. കല്യാണങ്ങൾക്ക് പോലും സംബന്ധിക്കാൻ ഒക്കുന്നില്ല. ആരെങ്കിലും മരിച്ചുപോയാൽ അവിടെ പോയി തന്നെ ആളുകളെ കാണാനായിട്ടോ പോകാനായിട്ടോ നമുക്ക് സാധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ലോകത്തിലുള്ള എല്ലാവരും കടന്നു പോകുന്നത്, നമ്മളും കടന്നു പോകുന്നത്. ആ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതായ വേറൊരു കാര്യമുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, ഒരിക്കലും പുറത്തിറങ്ങാൻ വയ്യാത്തതായ കുറേ മനുഷ്യർ നമ്മുടെ ചുറ്റിനുമുണ്ട്. നടക്കാൻ വയ്യാത്ത ആളുകൾ, തളർന്നു പോയിട്ടുള്ള ആളുകൾ, എണ്ണിച്ചിരിക്കാൻ പോലും നിൽക്കാൻ പോലും സാധിക്കാൻ വയ്യാത്തതായ ആളുകളുണ്ട്. നമുക്കൊക്കെ അറിയാം, ഈ ലോക്ക്ഡൗണൊക്കെ തീരുന്ന ഉടനെ അല്ലെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ ജനുവരി ആകുമ്പോഴത്തേക്കിനും സ്കൂൾ തുറക്കാം, അപ്പോൾ സ്കൂളിൽ പോകാം എന്നുള്ളൊരു പ്രത്യാശ നമുക്കുണ്ട്. അതേസമയത്ത് അതൊന്നുമില്ലാതെ ഈ ലോകത്ത് ജീവിക്കുന്ന കുറേയധികം മനുഷ്യരുണ്ട്. അവരെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഒരിക്കലും പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്തവർ, മാനസികമായോ ശാരീരികമായോ വൈകല്യങ്ങളുള്ളതായ മനുഷ്യർ, അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കുന്ന ഉടനെ ദൈവം എന്ത് വലിയ അനുഗ്രഹമാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ ഓർക്കണം. നമുക്ക് നടക്കാം, നമുക്ക് സ്കൂളിൽ പോകാം. കഴിഞ്ഞ വർഷം നമ്മൾ സ്കൂളിൽ പോയി, അടുത്ത വർഷം ഇനി നമുക്ക് സ്കൂളിൽ പോകാനായിട്ട് സാധിക്കും. പള്ളിയിൽ പൊയ്ക്കൊണ്ടിരുന്നു, ഇനിയും പള്ളിയിൽ പോകാം. പെരുന്നാളുകൾക്ക് പൊയ്ക്കൊണ്ടിരുന്നു, പ്രോഗ്രാമുകളിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ കുറച്ച് നാളത്തേക്ക് അടച്ചിടുന്ന അവസരത്തിൽ പാർക്കിലൊക്കെ പോകാം, കളിക്കാനൊക്കെ പോകാം, പുറത്തിറങ്ങി നടക്കാം, കൂട്ടുകാരെ കാണാം. ആ അവസ്ഥയിലേക്കൊക്കെ ഇനിയും നമ്മൾ എത്തിച്ചേരുമെന്നുള്ള വലിയ പ്രത്യാശ നമുക്കുണ്ടാവണം. ഇത് ഒരിക്കലും പാട്ടുകാരൻ പാടുന്നില്ലേ, ഒരു രാത്രിയും പുലരാതിരുന്നിട്ടില്ല. പ്രഭാതങ്ങളുണ്ടാവും, സന്ധ്യ ഉണ്ടാവും, രാത്രി ഉണ്ടാവും, പ്രഭാതങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. ഈ കടന്നു പോകുന്ന അവസരത്തിൽ ഭംഗിയായിട്ട് ഈ സന്ദർഭങ്ങളെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പിന്നെ ഈ ഓൺലൈൻ പഠനത്തിന് പറ്റുന്ന വലിയൊരു കുഴപ്പം എന്താണെന്നറിയാം. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഇപ്പം മൊബൈൽ ഫോണും അല്ലെങ്കിൽ ലാപ്ടോപ്പും മറ്റുള്ള സാധന സാമഗ്രികളൊക്കെ ഉണ്ട്. ഇതിൽ ഓൺലൈനിൽ കൂടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, എല്ലാ സമയവും ഫോൺ ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ അതിൻ്റെ ഒരു ഡേഞ്ചർ, അതിൽ പതിയിരിക്കുന്നതായ അപകടവും മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എപ്പോഴും പേരൻസ് നമുക്ക് ഫോൺ വാങ്ങിച്ചു തരും. എത്ര വില കൊടുത്താണെങ്കിലും എങ്ങനെയെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആളുകൾക്കൊക്കെ ഫോണൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ അത് ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ അപകടങ്ങളിലേക്ക് അത് നയിക്കുമെന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഞാൻ 8-10 വർഷം യൂറോപ്പിൽ പഠിച്ചത്. വിയന്നയിലും ജർമ്മനിയിലും ഫ്രാൻസിലും ഒക്കെ താമസിച്ച് പഠിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഞാനൊരു വിദ്യാർത്ഥിയായിട്ട് അവിടെ ചെല്ലുന്നു 30 വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് അവിടെ കാണാൻ സാധിച്ച ഒരു പ്രത്യേകത, അന്ന് ഈ മൊബൈൽ ഫോണൊന്നും അധികമായിട്ടില്ല. ആ അവസരത്തിൽ വീടുകളിലോ ഓഫീസുകളിലോ ഒക്കെ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലിലോ ഒക്കെ ഫോണുകളുണ്ട്. ആ ഫോണൊന്നും ഒരിക്കലും രാത്രി 9 മണി കഴിഞ്ഞ് ആരും ഉപയോഗിക്കാറില്ല, ആരും ഫോൺ വിളിക്കാറുമില്ല, ആർക്കും ഫോൺ വരാറുമില്ല. അതായത് അതിനൊരു സമയനിഷ്ഠയുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു കാര്യം, രാത്രി 9 മണി കഴിഞ്ഞിട്ട് നിർബന്ധമായിട്ടും ഈ ഫോൺ ഉപയോഗിക്കുകയില്ല എന്ന് പറയണം. 9 മണി കഴിഞ്ഞിട്ട് TV കാണുമോ, വീട്ടിലിരുന്ന് മറ്റൊരു ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് ചെയ്യാൻ, വായിക്കാമല്ലോ. ദുരുപയോഗം ചെയ്യരുത് ഈ സന്ദർഭങ്ങൾ. ഓൺലൈനിൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ചാറ്റിങ്ങിന് പോവുകയും ആ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് മറ്റു പരിപാടികൾക്കായിട്ട് നമ്മളുടെ സമയം ചെലവഴിക്കുകയും ഒന്നും ചെയ്യരുത്. അതൊക്കെ അപകടങ്ങളിലേക്ക് നമ്മളെ നയിക്കും. ഉണ്ടായിരിക്കുന്ന സൗകര്യങ്ങൾ ഭംഗിയായിട്ട് ഉപയോഗിക്കുക. അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് ശരിയായിട്ടുള്ള ബോധം നമുക്കുണ്ടാവണം. അപ്പോൾ അത് ഭംഗിയായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും.
സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുന്ന ആളുകൾ, കുട്ടികൾ ദൈവസ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവസ്നേഹത്തിൻ്റെ ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന വലിയ എക്സ്പ്രഷൻസാണ് നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ നമ്മളോട് കാണിക്കുന്നതായ സ്നേഹം. വല്യപ്പച്ചന്മാർ, വല്യമ്മച്ചിമാർ, അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, പേരൻസ്, ഗ്രാൻഡ് പേരൻസ്, ഇവരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അവരൊക്കെ ദൈവദാനമായിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന മക്കളെന്നുള്ള രീതിയിൽ നമ്മളെ സ്നേഹിക്കുക. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കണം. അവരെ നല്ല വഴിക്ക് നയിക്കുവാനായിട്ട് അധ്യാപകർക്ക് സാധിക്കണം. നമ്മളുടെ ജീവിതയാത്രയിൽ നമ്മളെ സഹായിക്കുന്ന ഒട്ടനവധി മനുഷ്യരുണ്ട്. നമ്മളുടെ ജ്യേഷ്ഠ സഹോദരങ്ങളാകാം, നമ്മളുടെ ജ്യേഷ്ഠ സുഹൃത്തുക്കളാവാം, നമ്മളുടെ മാതാപിതാക്കളാകാം, നമ്മളുടെ പ്രിയപ്പെട്ടവർ അങ്കിളും ആൻറ്റിയും ഒക്കെ ഉണ്ട്, അധ്യാപകരുണ്ട്, പുരോഹിതന്മാരുണ്ട്. ഇവരൊക്കെ നമ്മുടെ ജീവിതയാത്രയിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമ്മളെ സഹായിക്കുന്നവരാണ്. ആ സഹായിക്കുന്നവരെ നന്ദിയോടെ എപ്പോഴും അനുസ്മരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പോൾ നിങ്ങളൊക്കെ ഓരോരുത്തർ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ 8, 10, 15, 20 വയസ്സ് മാത്രം പ്രായമുള്ളവരാണ്. ഇനിയും ഈ ലോകയാത്രയുണ്ട്. 40, 50, 60, 80 വയസ്സുകളൊക്കെ ആകുമ്പോഴും ഈ സമയത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരെ, നമ്മൾക്ക് മാർഗനിർദ്ദേശം തന്നിട്ടുള്ള അങ്കിളുമാരെയും ആൻറ്റിമാരെയും ഒക്കെ ഭംഗിയായിട്ട് ഓർക്കുവാനും നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവസന്നിധിയിൽ അവരെ അനുസ്മരിക്കുവാനും നമുക്ക് സാധിക്കണം. സൺഡേ സ്കൂൾ പഠനം അനുഗ്രഹകരമാകട്ടെ. ഈ വർഷം കിട്ടുന്നതായ അവസരങ്ങളൊക്കെ ഭംഗിയായി ഉപയോഗിക്കുക. ഓൺലൈൻ ക്ലാസ്സുകളും ഭംഗിയായിട്ട് അറ്റൻഡ് ചെയ്യുക. അധ്യാപകർ പറയുന്നത് കേൾക്കുക. മാതാപിതാക്കളെ അനുസരിക്കുക. ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വെൽക്കം ടു ദി ഓൺലൈൻ സൺഡേ സ്കൂൾ ക്ലാസ്സസ്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തോ പഠിച്ച്? പ്രാർത്ഥനയെ പറ്റിയല്ലേ പഠിച്ചത്? ആ പ്രാർത്ഥന നിങ്ങളെല്ലാം ഓർത്തിരിക്കുന്നില്ല? ടീച്ചർ പഠിപ്പിച്ച ടീച്ചർ ചൊല്ലിത്തരാം, നിങ്ങൾ കൂടെ പ്രാർത്ഥിക്കണം കേട്ടോ. ഫോൾഡ് യുവർ ഹാൻഡ്സ്, ക്ലോസ് യുവർ ഐസ്. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ നീ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ നീ അനുഗ്രഹം ചെയ്യണമേ. ഇനി നമ്മൾ കഴിഞ്ഞ വർഷം പള്ളി പെരുന്നാളില്ലായിരുന്നു. അന്ന് റാസയ്ക്ക് പോയത് ഓർക്കുന്നു. ഫ്രണ്ടിൽ നിങ്ങളെല്ലാം കുഞ്ഞു കുട്ടികൾ
പേരൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബാൻഡില്ലായിരുന്നു. ആ ബാൻഡിൽ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായിരുന്നു? മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പലതില്ലായിരുന്നു. ഡ്രം ഉണ്ടായിരുന്നു, ട്രംപറ്റ് ഉണ്ടായിരുന്നു, അല്ലേ, സിംബിൾസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൊണ്ട് എല്ലാവരും പാട്ട് പാടിയാണ് നമ്മൾ റാസയ്ക്ക് പോയത്. ഇനി കുർബാനയ്ക്കാണെങ്കിലോ എല്ലാ സൺഡേ നിങ്ങൾ പേരൻസിൻ്റെ കൂട്ടത്തിൽ കുർബാനയ്ക്ക് പോകത്തില്ലേ? അപ്പോൾ കുർബാനയ്ക്കകത്ത് എന്തൊക്കെയാ? നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലും, പല ഗീതങ്ങളും ചൊല്ലും. എന്തിനാ നമ്മൾ ഈ ഗീതങ്ങളെല്ലാം പാടുന്നത്? നമ്മൾ ദൈവത്തിനെ സ്തുതിക്കുക. We are worshiping God through our songs. And the songs that we sing when we worship God are called hymns. ഇനി നമുക്കിന്ന് മദർ മേരിക്ക് ഒരു ഇന്റർസെഷൻ പാട്ട് നമുക്ക് പഠിക്കാം. നിങ്ങളെ പോലൊരു ചെറിയ കുട്ടി, കുഞ്ഞു കൂട്ടുകാരത്തി പാടി നിങ്ങളെ പഠിപ്പിക്കും. പുകച്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കര ഞങ്ങളിൽ അലിവാത്തൻ പക്കലപേക്ഷയാണ് കേണം സ്തൗമൻ കാലോസ് കുറിയലായിസോ. ഇപ്പൊ 4 വരിയും കേട്ടില്ലേ? ഇനി നമുക്ക് ആ 4 വരി ഒരുമിച്ച് പാടാം. പുകച്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കര ഞങ്ങളിൽ അലിവാത്തൻ പക്കലപേക്ഷയാണ് കേണം സ്തൗമൻ കാലോസ് കുറിയലായിസോ. ഇനി നമുക്ക് ഒരു പാട്ടും കൂടെ പഠിക്കാം. അത് നമ്മള് കുർബാനയില് ജീസസിന് വേണ്ടി പാടുന്ന പാട്ട്. ഓക്കെ, ഇപ്പൊ ആ കുഞ്ഞു കൂട്ടുകാർക്ക് പാടും. മക്കൾ അത് കേട്ട് പഠിക്കും. ഓറാനേശോ കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടണം. ഇപ്പൊ 4 വരിയും കേട്ടില്ലേ? ഇനി നമുക്ക് ആ 4 വരി ഒരുമിച്ച് പാടാം. ഓറാനേശോ കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടണം. 2 പാട്ടുകൾ പഠിച്ചില്ലേ? ഇനി ഒരു പാട്ടും കൂടെ നമുക്ക് ഇന്ന് പഠിച്ചിട്ട് ലെസൺ അവസാനിപ്പിക്കാം. ഓക്കെ, പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിക്കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടാം. നിങ്ങളിപ്പോ 3 പാട്ട് പഠിച്ചില്ലേ? ഈ 4ാമത്തെ ഒരു നല്ലൊരു പാട്ടും കൂടെ ടീച്ചർ കേൾപ്പിച്ചു തരാം കേട്ടോ. ബൈബിളിൻ്റെ അകത്ത് പല സ്ഥലത്ത് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലേ, ദൈവത്തിനെ സ്തുതിക്കാനായിട്ട് പലവരും പാടിയിട്ടുണ്ട്. പലതരം പാട്ട് പാടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആള് കിങ് ഡേവിഡ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? കിങ് ഡേവിഡ് ഹാർപ്പ് എന്ന് പറഞ്ഞ ഒരു വലിയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടായിരുന്നു പാടിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ നമുക്കിപ്പം ദാവീദിൻ്റെ കിന്നരത്തിനെ പറ്റിയുള്ള സ്റ്റോറി കേൾക്കാം. ശൗലായിരുന്നു ഇസ്രായേലിൻ്റെ രാജാവ്. ദൈവത്തിന് ശൗലിനെ ഇഷ്ടമില്ലായിരുന്നു. ശൗൽ ഒരു ദുഷ്ടനായിരുന്നു. ദൈവം ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ അടുത്ത രാജാവ് ജെസ്സിയുടെ മകനാണ്. ഇതേത് മകനാണ്? ദാവീദായിരുന്നു. ശൗൽ രാജാവിന് അസുഖമുണ്ടായിരുന്നു. ദീർഘനേരം ദേഷ്യം വരുമായിരുന്നു. അപ്പോഴൊക്കെ നല്ല സംഗീതം കേൾക്കുമ്പോൾ ശൗലിന് സമാധാനം കിട്ടുമായിരുന്നു. ഒരു ദിവസം ശൗൽ രാജാവ് വേലക്കാരോട് പറഞ്ഞു, നല്ലൊരു പാട്ടുകാരനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ. വേലക്കാർ ഓടിപ്പോയി ദാവീദ് ബാലനെ വിളിച്ചുകൊണ്ട് വന്നു. ഈ ബാലൻ ജെസ്സിയുടെ മകൻ.
ദാവീദ് ആടുകളെ മേയ്ക്കുന്ന നേരത്ത് ദൈവത്തിനെ സ്തുതിച്ച് ഹാർപ്പ് വെച്ച് ഗീതങ്ങൾ പാടുമായിരുന്നു. ദാവീദിൻ്റെ പാട്ടുകൾ മാത്രമല്ല അറിയപ്പെട്ടിരുന്നത്. ദാവീദ് ഇസ്രായേലിൻ്റെ അനുഗ്രഹപ്പെട്ട അടുത്ത രാജാവുമായിരുന്നു. ശൗലിന് അസുഖം വരുമ്പോൾ ഒക്കെ ദാവീദ് ആടുകളെ വിട്ട് കൊട്ടാരത്തിലേക്ക് ഓടി വന്ന് ഗീതങ്ങൾ പാടി ശൗലിന് ഈ ഗീതങ്ങൾ കേൾക്കുമ്പോൾ നല്ല സമാധാനം കിട്ടുമായിരുന്നു. ശൗലിന് ദാവീദിനെ വലിയ ഇഷ്ടമായി തുടങ്ങി. ദാവീദിൻ്റെ ഈ ഗീതങ്ങൾ വേദപുസ്തകത്തിൽ സങ്കീർത്തനങ്ങൾ ആയിട്ട് ഉണ്ട്. നമ്മൾ വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ മെഴുതിരി കത്തിച്ച് വെക്കില്ലേ? അപ്പം നമുക്കിന്നൊരു ചെറിയൊരു ക്യാൻഡിൽ സ്റ്റാൻഡ് ഉണ്ടാക്കാം. ഒരു ടീച്ചർ ഇപ്പോൾ ഒരു സാധാരണ ഒരു ബോക്സ് എടുത്തു, ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ ബോക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു ചെറിയ ബോക്സ്, അത് ടീച്ചറിൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു യെല്ലോ പേപ്പർ ഉണ്ടായിരുന്നുകൊണ്ട് എടുത്തു, അല്ലെങ്കിൽ ഒരു മോനൊരു വൈറ്റ് പേപ്പർ എടുത്ത് യെല്ലോ കളർ അടിച്ചാലും മതി. എന്നിട്ട് ഇതിവിടെ വെച്ചിട്ട് ഒരു വര വരയ്ക്കും. ഒരു വര വരച്ചിട്ട് ഇവിടെ വെച്ച് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്തിട്ട് ഈ എക്സ്ട്രാ പേപ്പർ അങ്ങ് മുറിച്ച് കളയണം. ഇത്രയില്ലേ? ഇനി ഈ ബോക്സ് നമുക്ക് ആവശ്യമുള്ള ഹൈറ്റ് വെച്ചിട്ട് മുറിക്കണം. ആദ്യം ഒന്ന് തുറക്കണം. ടീച്ചർ എടുത്തിരിക്കുന്ന ഇത്ര ഒരു ഹൈറ്റാണ്. അപ്പോൾ ഇത്ര ഒരു ഹൈറ്റിൽ എടുത്തിട്ട് ഇവിടെ വെച്ച് മുറിക്കാം ഈ ബോക്സ്. എന്നിട്ട് ഇതെല്ലാം സെല്ലോ ടേപ്പ് വെച്ച് നന്നായി ഒട്ടിക്കണം. നല്ല ഫേം ആയിരിക്കണം കേട്ടോ. ഇതങ്ങ് അടച്ചൊട്ടിച്ച് വെച്ചാൽ അല്ലെങ്കിൽ അത് നീങ്ങും നമ്മളുണ്ടാക്കി വരും. കണ്ടോ? ഇങ്ങനെ ഒട്ടിക്കണം. ഓക്കെ, അപ്പോൾ ഇത് നീങ്ങത്തില്ല. ഇനി ഇത് ഈ പേപ്പർ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. രണ്ട് വശവും മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ പേപ്പർ, ഈ മറ്റേ വശത്തെ പേപ്പർ ഇവിടം വരെ മുറിക്കണം. വരച്ചിടം വരെ മുറിക്കണം. മുറിച്ച് കളയരുത്, അവിടം വരെ മുറിക്കണം. നമുക്ക് എന്നിട്ട് ഫോൾഡ് ചെയ്തിട്ട് അടയ്ക്കാം. കണ്ടോ? ഇങ്ങനെ ഇവിടെ വെച്ച് നിർത്തണം കട്ടിങ്. എന്നിട്ട് ഇതിവിടെ വയ്ക്കാം. എന്നിട്ട് ഈ ആദ്യത്തെ പോർഷനില്ല അതെടുത്തിട്ട് നീറ്റായിട്ട് അകത്തേക്ക് ഫോൾഡ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റേ വശത്ത് അകത്തോട്ടെടുത്ത് ഫോൾഡ് ചെയ്യണം. ഓക്കെ, അതും അവിടെ ഇരിക്കാൻ വേണ്ടി ഒന്ന് ഇച്ചിരി പശയോ അല്ലെങ്കിൽ ഇതേപോലെ ഇച്ചിരി സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കണം. എന്നിട്ട് ഈ പ്രസ് ചെയ്ത് ഇവിടെ വെച്ച് ഒരു പോർഷൻ ഇങ്ങനെ ഒട്ടിക്കണം. എല്ലാം ഇച്ചിരി ടൈറ്റ് ആയിരിക്കണേ, അല്ലെങ്കിൽ ലൂസായിട്ടിരിക്കും. ബാക്കി പോർഷനും ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ ഇങ്ങോട്ട് വെച്ചാൽ ഒട്ടിക്കണം. ഇനി സപ്പോസ് ഇത് ഒട്ടിച്ച് മടക്കി വരുമ്പോൾ ഇതിൻ്റെ സൈഡ് കവർ ചെയ്യുന്നില്ലെങ്കിൽ ബാക്കി നമ്മൾ മുറിച്ച് മാറ്റിയ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കവർ ചെയ്യാം. കണ്ടോ? ഇങ്ങനെ വെച്ച് കവർ ചെയ്യുമ്പോൾ എല്ലാ രണ്ട് സൈഡും കവേർഡാവും. ഓക്കെ, ഇവിടെ ഒരു ചെറിയ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പശയായാലും മതി.
ഒട്ടിയിരുന്നാണ്. ഇനി നമുക്കിത് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ടീച്ചർ ഇപ്പോൾ 2 ക്രോസാണ് വരച്ചിരിക്കുന്നത്. മക്കൾക്ക് എന്ത് വേണമെങ്കിലും വരയ്ക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഒരു ക്രയോൺ വെച്ചിട്ട് ഒരു ക്രോസ് വരയ്ക്കാം. ഒരു കുരിശ് വരച്ചാൽ ഒരു നല്ല ഡെക്കറേഷൻ. യേശുവിന് വേണ്ടി നമ്മൾ കത്തിക്കുന്ന ക്യാൻഡിലല്ലേ, അത് നമുക്കൊരു ക്രോസ് വരയ്ക്കാം. ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് വരയ്ക്കണം. ഡെക്കറേറ്റ് ചെയ്യണം. ഓക്കെ, ഡെക്കറേറ്റഡ്. ഇനി നമുക്ക് ക്യാൻഡിലൂടെ വെക്കണം. ഓക്കെ, അപ്പോൾ അത് നേരെ നിൽക്കാൻ വേണ്ടി 2 ടിഷ്യൂ എടുക്കാം. എന്നിട്ട് ഈ ബോക്സിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്തിട്ട് ഇത് മടക്കാം. എന്നിട്ട് ക്യാൻഡിലിൻ്റെ അകത്ത് ചുറ്റി വെക്കണം. ഓക്കെ, നിങ്ങളുടെ ക്യാൻഡിൽ സ്റ്റാൻഡ് റെഡി. ഇങ്ങനെ 1-2 ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മെഴുതിരിയൊക്കെ കത്തിച്ച് വെച്ച് നമുക്ക് യേശു എടുത്ത് പാട്ട് പാടി പ്രാർത്ഥിക്കണം കേട്ടോ. നല്ല ഹിംസൊക്കെ പാടി ടീച്ചർ പഠിപ്പിച്ച ഹിംസൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആ ഹിംസ് എല്ലാം പാടി പ്രാർത്ഥിക്കണം. ഓക്കെ, പാട്ടെല്ലാം കേട്ട് പഠിച്ചില്ലേ? ഇഷ്ടപ്പെട്ടോ പാട്ടുകളൊക്കെ? പിന്നെ ആ വീഡിയോ ഇഷ്ടപ്പെട്ടോ? കിങ് ഡേവിഡിൻ്റെ ആക്ടിവിറ്റി നന്നായി ചെയ്തു അല്ലേ? ചെയ്തിട്ട് ഫോട്ടോ ഇട്ട് അയച്ചു കൊടുക്കണം കേട്ടോ ടീച്ചറിന്. ഇനി നമുക്ക് ഈ ലെസൺ അവസാനിപ്പിക്കുന്ന മുന്നേ ഈ 4 പാട്ടിൻ്റെ ഇംഗ്ലീഷ് പാട്ടുകളും കൂടെ ടീച്ചർ കേൾപ്പിച്ചിട്ട് നമുക്ക് ഇന്ന് ലെസൺ അവസാനിപ്പിക്കാം. Whose praise the church doth sing, intercession for us bring, unto him thine only Son, that he may not mercy shun. Staumen Carlos Curielaison, plead for us, ye holy saints. Pray to him whose will ye did, that from anger we be spared, that from scourges we be hid. Glory be to God on high, to his mother honor be, to the martyrs crowns of praise, grace and mercy to the dead. Hallelujah. By thy cross, O Jesus Lord, by thy mother's praying word, take from us and from our path punishments and wrongs.